പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുന്ന് തന്റെ നീതി ജനതകളുടെ മുമ്പിൽ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. മിശിഹായിൽ വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവിന്റെ പരിശുദ്ധമായ ദിവസം ആചരിക്കുവാൻ അവിടുത്തെ ബലി അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ ദിവസം തുടങ്ങുകയാണ്. കർത്താവിന് നമുക്ക് നന്ദി പറയാം. അവിടുത്തെ ഉത്ഥാനത്താൽ നമ്മളുടെ ജീവിതങ്ങളെ പുനരുത്ഥാനത്തിലേക്ക് നയിക്കും എന്നുള്ള ഉറപ്പ് അവിടുന്ന് നൽകുന്നതിനാൽ അവിടുത്തോടുകൂടി നമ്മൾ മരിച്ചുവെങ്കിൽ ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഭൗമികമായ കാര്യങ്ങളിൽ ഒരുപാട് ഉടക്കിക്കിടക്കാതെ സ്വർഗീയ കാര്യങ്ങൾ അന്വേഷിക്കുവാനുള്ള വലിയ അഭിഷേകം ഈ ബലിയിൽ നമുക്ക് ലഭിക്കട്ടെ. ലോകം മുഴുവന് വേണ്ടിയും നമ്മൾ ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സവിശേഷമായി കോവിഡ് ബാധിതരായ എല്ലാ മക്കളോടും കരുണ കാണിച്ച് രോഗവിമുക്തി നൽകുവാനും ലോകത്തെ ഈ മാരക സാംക്രമിക രോഗത്തിൽ നിന്ന് രക്ഷിക്കുവാനും നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തിജീവിതങ്ങളെയും അവിടുത്തെ വാത്സല്യത്താൽ പൊതിഞ്ഞു പിടിക്കുവാനും ഈ ബലി അർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യാഗം യഥായോഗ്യം സമർപ്പിക്കാൻ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കാം. സർവശക്തനായ ദൈവത്തോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു.
സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളിലെന്നും പെസഹാ രഹസ്യം നിറവേറ്റണമേ. അങ്ങനെ പരിശുദ്ധ ജ്ഞാനസ്നാനത്താൽ നവീകൃതരാകാൻ അങ്ങിടയാക്കിയ ഇവർ അങ്ങേ സംരക്ഷണത്തിന്റെ സഹായത്തിൻ കീഴിൽ സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കാൻ നിത്യജീവിതത്തിന്റെ ആനന്ദത്തിലേക്ക് എത്തിച്ചേരാനും അനുഗ്രഹിക്കേണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചതോടെ പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുപിറുത്തു. അതുകൊണ്ട് 12 പേർ ശിഷ്യരുടെ സമൂഹത്തെ ഒന്നിച്ചുകൂട്ടി പറഞ്ഞു, ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല. അതിനാൽ സഹോദരരെ, സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ 7 പേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ. ഞങ്ങളവരെ ഈ ചുമതല ഏൽപ്പിക്കാം. ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം വ്യാപരിച്ചുകൊള്ളാം. അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രൊക്കോറോസ്, നിക്കറോ, തീമോൻ, പർമെനോസ്, യഹൂദമതം സ്വീകരിച്ച അന്ത്യോക്യക്കാരൻ നിക്കളാവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അവരെ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ നിർത്തി അവർ പ്രാർത്ഥിച്ചിട്ട് അവരുടെ മേൽ കൈകൾ വച്ചു. ദൈവവചനം പ്രചരിക്കുകയും ജെറുസലേമിൽ ശിഷ്യരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും ചെയ്തു. പുരോഹിതന്മാരിൽ വളരെ പേരും വിശ്വാസം സ്വീകരിച്ചു. കർത്താവിൻ്റെ വചനം. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. നീതിമാന്മാരെ, കർത്താവിൽ ആനന്ദിക്കുവിൻ. സ്തോത്രം ആലപിക്കുന്നത് നീതിമാന്മാർക്ക് യുക്തമാണല്ലോ. കിന്നരം കൊണ്ട് കർത്താവിനെ സ്തുതിക്കുവിൻ. 10 കമ്പിയുള്ള വീണമീട്ടി അവിടത്തേക്ക് കീർത്തനം ആലപിക്കുവിൻ. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. കർത്താവിന്റെ വചനം സത്യമാണ്. അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വഹിക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു. കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, സജീവശിലയായ ക്രിസ്തുവിനെ നമുക്ക് സമീപിക്കാം. മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യ ശിലയാണ് അവൻ. നിങ്ങൾ സജീവശിലയെ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. യേശുക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു കർത്താവ് നിങ്ങളോട് കൂടെ.
വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിനുള്ള വായന. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥാനങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. പീലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. യേശു പറഞ്ഞു, ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നിട്ടും പീലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല. പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും ചെയ്യും. കർത്താവിന്റെ സുവിശേഷം. മിശിഹായിൽ ഏറ്റവും വാത്സല്യമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, കർത്താവിന്റെ പരിശുദ്ധ ബലിയിൽ പങ്കുചേരുന്ന നമുക്ക് ദൈവം ഇന്ന് നൽകുന്ന മനോഹരമായ സന്ദേശം നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട എന്നതാണ്. ഈ കാലയളവിൽ നമ്മുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സാംക്രമിക രോഗത്തിൻ്റെ അതിപ്രസരം ലോകത്തെ മുഴുവനും അസ്വസ്ഥമാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ദൈവം വന്നു നിന്ന് നമ്മളോട് പറയുകയാണ്, നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുവിൻ, പിതാവിൽ വിശ്വസിക്കുവിൻ. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ശരണപ്പെട്ട് നിൽക്കുവാനുള്ള വിളിയാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നും കർത്താവ് നമ്മളോട് പറയുന്നു. കർത്താവ് പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ എല്ലാത്തിൻ്റെയും മീതെ നമുക്ക് അധികാരം കൽപ്പിച്ചു നൽകുന്ന ഒരു ദൈവം പറയുകയാണ്, ഭയപ്പെടരുത്. ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല സൈന്യങ്ങളുടെയും മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. യാതൊന്നിനെയും ഭയപ്പെടേണ്ട, ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഭയം എന്ന വികാരം നമ്മളിൽ നിന്ന് വിട്ടുപോകണം. സ്നേഹത്തിന്റെ എതിരായ ഒരു വികാരമാണ് ഭയം. സമ്പൂർണ്ണ സ്നേഹം ഭയത്തെ നീക്കിക്കളയും. അപ്പോൾ ഈ കാലയളവിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളായി, എൻ്റെ അപ്പൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന ബോധ്യമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധി. എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല. എനിക്കായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റുമെന്ന് ജോബ് പറയുന്നത് പോലെ ജീവിതത്തിൽ നോക്കി പറയാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ ഇത് ഒരു ഭയപ്പാടിൻ്റെ കാലയളവല്ല, പിന്നെയോ ഒരു തിരിച്ചറിവിൻ്റെ കാലഘട്ടമാണ്. കർത്താവ് എന്താണ് ഈ രോഗപീഠയിലൂടെ നമ്മളോട് പറയാൻ ശ്രദ്ധിക്കുന്നത്, അവിടുന്ന് ആഗ്രഹിക്കുന്നത്? നമ്മുടെ കുടുംബത്തോട്, നമ്മുടെ വ്യക്തി ജീവിതത്തോട് എന്താണ് അവിടുന്ന് സംവദിക്കുന്നത് എന്ന് നമുക്ക് ഈ കാലയളവിൽ തിരിച്ചറിയുവാൻ പരിശ്രമിക്കാം. കർത്താവിന് നമ്മളോടൊന്നേ ഇന്ന് പറയാനുള്ളൂ, ഭയപ്പെടരുത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്, എന്നിൽ വിശ്വസിച്ച് ഉറച്ചു നിൽക്കുക. ഞാൻ വാഗ്ദത്തം ചെയ്ത മഹാകാര്യങ്ങൾ നിന്നിലൂടെ സംഭവിക്കട്ടെ. അവൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്ത മഹത്തായ കാര്യമായിട്ട് നമ്മൾ കാണുന്നത്.
മരിച്ചവരെ ഉയർപ്പിച്ചതാണ്. അത് മനുഷ്യരെ ഇന്നും അത്ഭുതപ്പെടുത്തുന്നത്. എങ്ങനെയാണ് മരണത്തിൽ നിന്ന് ഒരാളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നത്? കർത്താവായ യേശു മിശിഹായാണ് അത് ചെയ്തത്. എന്നിട്ട് അവൻ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവർ അതിലും വലിയ കാര്യങ്ങൾ ചെയ്യും. കർത്താവ് 3 പേരെ ഉയർപ്പിച്ചതായിട്ടാണ് നമ്മൾ സുവിശേഷങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ലാസറിനെ ഉയർപ്പിച്ചു. അതുപോലെ തന്നെ ജായിറുസിന്റെ മകളെ ഉയർപ്പിക്കുന്നു. അതുപോലെ നായിമിലെ വിധവയുടെ മകനെ കർത്താവ് ഉയർപ്പിക്കുന്നു. എന്നാൽ ഈശോയിൽ വിശ്വസിച്ച, ഈശോയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കുക പ്രിയമുള്ളവരെ. എത്രയോ പേരെയാണ് ഓരോ വിശുദ്ധരും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. പാട്രിക് പുണ്യാളൻ 36 പേരെ ഉയർപ്പിച്ചുവെന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രം സാക്ഷിക്കുന്നു. ഫ്രാൻസിസ് പവോളയാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ മനുഷ്യരെ മരണത്തിൽ നിന്ന് തിരിച്ച് ജീവനിലേക്ക് കൊണ്ടുവന്നു. 50-ൽ പരം പേരെ ഉയർപ്പിച്ചതായിട്ട് അദ്ദേഹത്തിന്റെ ജീവചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. വിൻസെന്റ് ഫെറർ എന്ന് പറയുന്ന വിശുദ്ധൻ, മഹാത്ഭുതങ്ങൾ ചെയ്ത വിശുദ്ധൻ, എത്രയോ പേരെ 28-ലധികം പേരെ ഉയർപ്പിച്ചുവെന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രം സാക്ഷിക്കുന്നു. അതുകൂടാതെ എത്രയോ അത്ഭുതങ്ങൾ. അതാണ് കർത്താവ് ചെയ്തതിലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെല്ലാവരെയും അവിടുന്ന് ജ്ഞാനസ്നാന വെള്ളം വീണ ഓരോരുത്തരും ഇതിന് യോഗ്യനാണ്. ഒറ്റ കാര്യം തമ്പുരാൻ പറയുന്നു, വിശ്വസിക്കണം. ഇത് കടന്നു പോകുന്നു. കർത്താവിൻ്റെ വചനം മാത്രം നിലനിൽക്കും. അവൻ്റെ വചനത്തിൽ വിശ്വാസം അർപ്പിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ പരിശുദ്ധമായ ദിവസം കർത്താവ് നൽകിയതാണെന്ന് നോക്കാം. അതുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിനോട് അടുത്ത് പ്രാർത്ഥനയിൽ പരിത്യാഗത്തിൽ ഈ ക്വാറന്റൈൻ കാലഘട്ടം നമുക്ക് ചിലവഴിക്കാം. ഈശോയുടെ ഓരോ ദിവസവും നമ്മൾ അടുക്കട്ടെ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും നമ്മുടെ വിശ്വാസ പ്രമാണം ഉച്ചത്തിൽ ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലായ്മക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യദേവനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യനായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെ മരിച്ചവരെ വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിനും പുറപ്പെടുന്നവനും പിതാവിനോടൊപ്പം ആരാധിക്കപ്പെടുന്നതും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരും സംസാരിച്ചവരുമായ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ പറയുകയും മരിച്ചവരെയും പരാജയങ്ങളുടെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെല്ലാം നമുക്ക് ഈ ആൾക്കാരയിലേക്ക് കൊണ്ടുവരാം. കർത്താവ് കരുണയോടെ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ. നല്ല ദൈവമേ, ലോകമെമ്പാടുമുള്ള എല്ലാ കോവിഡ് രോഗികൾക്കും മറ്റ് രോഗബാധിതർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കരുണയായിരിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ഇടവകയെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കരുണയോടെ തൃക്കൺ പാർക്കുകയും അവിടുത്തെ വലിയ വാത്സല്യം ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഈ ബലിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും സ്വർഗീയവും ഭൗമികവുമായ നന്മകളാൽ ഇപ്പോൾ തന്നെ അവിടുന്ന് നിറയ്ക്കണമേ. കർത്താവേ, എല്ലാ ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ ദൈവത്തിരുസന്നിധിയിൽ വിശ്വാസപൂർവ്വം നമുക്ക് സമർപ്പിക്കാം. എല്ലാം സാധിക്കുന്ന നല്ല ദൈവമേ,
തിരുസന്നിധിയിലേക്ക് മക്കൾ ഉയർത്തിയ എളിയ പ്രാർത്ഥനകളെ കാരുണ്യപൂർവ്വം കൽപ്പിച്ചനുവദിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. സഹോദരന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവമേ, ഈ ബലിയുടെ ഭക്ത്യാദരങ്ങളോടെയുള്ള വിനിമയത്താൽ ഏകപരമോന്നത ദൈവപ്രകൃതിയിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങിടയാക്കിയല്ലോ. അങ്ങനെ അങ്ങേ സത്യം ഞങ്ങൾ അറിയുന്നത് പോലെ തന്നെ അനുയുക്തമായ ജീവിതശൈലിയിലൂടെ ഞങ്ങൾ പ്രാപിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹാ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങേറ്റു പറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ ശരീരത്തിന്റെ അർപ്പണം വഴി പുരാതന ബലികൾ കുരിശിന്റെ രഹസ്യത്തിൽ പൂർത്തീകരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്കായി തന്നെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരേ സമയം പുരോഹിതനും അൾത്താരയും കുഞ്ഞാടുമാണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ പെസഹാ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂലോകത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തികന്മാരും മാലാഖ് വൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഒന്ന് ചേർന്ന് ആലപിക്കുന്നു. സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യരുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ
പവിത്രമാക്കേണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്നൊറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങയെ അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമേ എന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ചൊല്ലാം.
സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താത, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാലിലുമായിടേണം. അന്നു വേണ്ടുന്നോരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. അവന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങ് സത്യമായും ഈ കൂദാശയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്നു. അങ്ങേ ഭൗമികമായി സ്വീകരിക്കുവാൻ സാധിക്കാത്ത എല്ലാ മക്കളിലേക്കും ഈ നിമിഷം അവിടുന്ന് ആത്മീയമായി എഴുന്നള്ളണമേ.
കർത്താവ് അരുൾ ചെയ്യുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കാരുണ്യപൂർവ്വം അങ്ങേ ജനത്തോടു കൂടെ ആയിരിക്കണമേ എന്നും സ്വർഗീയ രഹസ്യങ്ങളാൽ അങ്ങ് പ്രചോദിപ്പിച്ച ഇവരെ പഴയ ജീവിതശൈലിയിൽ നിന്ന് നവജീവിതത്തിലേക്ക് കടന്നു വരാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു.